അപ്രതീക്ഷിതമായ അച്ഛൻ്റെ വേർപാട് തീർത്ത വേദനയെ അച്ഛൻ പകർന്നു നൽകിയ കല കൊണ്ട് അതിജീവിക്കുകയാണ് 11 വയസ്സുകാരിയായ അളകനന്ദ. സോപാന സംഗീതത്തിലും കവിതാ പാരായണത്തിലും ചെറുപ്രായത്തിൽ മികവ് പ്രകടിപ്പിച്ച അളകനന്ദ പുല്ലാട് ഗവൺമെന്റ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൊച്ചു കവയത്രി കൂടിയാണ് ഈ മിടുക്കി. കാണാം കുട്ടിത്താരം. കാഴ്ചയിൽ കല്ലുപോൽ തോന്നാറുണ്ടെങ്കിലും അഴകുള്ള കവിതയാണെന്നും അച്ഛൻ അമ്മ ചൊല്ലിത്തരും കഥകളിൽ നിത്യവും മിഴിവാർന്ന നായകനെന്നും അച്ഛൻ. 6ാം ക്ലാസ്സുകാരി അളകനന്ദ. അച്ഛൻ അജയ് ഘോഷ് ഇവളെയും കുഞ്ഞനുജനെയും വിട്ടുപോയിട്ട് നാളുകൾ അധികമായില്ല. സോപാന സംഗീത കലാകാരനായിരുന്നു അച്ഛൻ. അച്ഛൻ കൂടെയില്ലെങ്കിലും അച്ഛൻ്റെ കല അളകനന്ദയ്ക്കൊപ്പമുണ്ട്. ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേകം ഗണനായകം. പുല്ലാട് ഗവൺമെന്റ് UP സ്കൂളിലെ 6ാം ക്ലാസ്സുകാരി ഒരു കവയത്രി കൂടിയാണ്. അളകനന്ദയുടെ വരികൾക്ക് അവളുടെ പ്രായത്തേക്കാൾ പക്വതയുണ്ട്. അച്ഛൻ്റെ ഓർമ്മകളിൽ അവൾ എഴുതിയ കവിത ഇതാണ്. സ്വർഗത്തിലേക്കെൻ്റെ കണ്ണീരാൽ പൊതിഞ്ഞൊരു കത്ത്, അച്ഛനെ ആദ്യം കണ്ടുകൊണ്ടു ഞാൻ കരിമ്പടം പുതച്ചു പോയൊരച്ഛനെ കണ്ടവൾ ഞാൻ, എൻ്റെ കണ്ണീരാൽ കുതിർന്ന വാക്കുകൾ. കവിതാരചനയിലും ആലാപനത്തിലും തമിഴ് പദ്യം ചൊല്ലലിലുമെല്ലാം നിരവധി സമ്മാനങ്ങൾ കൊച്ചുമിടുക്കി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ സുധാകരൻ സാറെന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. സാറാണ് ഇവിടെ ഒരു മത്സരത്തിനേക്ക് വേണ്ടി എന്നോടൊരു കവിത എഴുതാൻ പറഞ്ഞു. ഞാനത് ആദ്യമായിട്ട് സാറാണ് എന്നെ കവിത എഴുതാനായിട്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നത്. സ്കൂളിലെ കുട്ടിത്താരത്തിന് അധ്യാപകരുടെ നിറഞ്ഞ പിന്തുണയും കൂടെയുണ്ട്. മാടപ്പള്ളി സ്കൂളിൽ നിന്നും 3ാം ക്ലാസ്സിലാണ് നമ്മുടെ സ്കൂളിലെത്തിയത്. അന്ന് മുതൽ എല്ലാ കലാപരമായ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നൊരു കുട്ടിയാണ്. പഠിക്കുന്നതിലും മുന്നിലാണ്. പിന്നെ ആ ഒരു കഴിവും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു അച്ഛൻ അമ്മ എന്നിവരിൽ നിന്ന് കിട്ടിയതാണ്. അച്ഛൻ ഇല്ല എന്നുള്ളൊരു കുറവില്ലാതെ തന്നെ അമ്മ ശ്രീജ നന്നായിട്ട് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പേരൻ്റ് കൂടിയാണ്. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ് അളകനന്ദയുടെ കുടുംബം. അച്ഛൻ്റെ വേർപാടിന് ശേഷം കോഴഞ്ചേരിയിലുള്ള അമ്മ വീട്ടിലാണ് അളകനന്ദയും അനുജനും കഴിയുന്നത്. അമ്മ ശ്രീജ ഹോം നേഴ്സാണ്. പാട്ടിൻ്റെയും കവിതയുടെയും സാഹിത്യത്തിൻ്റെയും ലോകത്ത് അളകനന്ദ അങ്ങനെ വളരട്ടെ. ശോഭനമായൊരു ഭാവി അളകനന്ദയെ തേടിയെത്തട്ടെ. കോട്ടയത്ത് നിന്നും S. ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.